നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചിൽ. നമ്മുടെ കോൺഫിഡൻസ് തകർക്കുന്ന ഡിപ്രഷനിലേക്ക് വരെ പോകാവുന്ന പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ മുടികൊഴിച്ചിൽ. ഒരു പരിധിവരെ മുടികൊഴിച്ചിലുള്ള കാരണം നമ്മുടെ ശ്രദ്ധക്കുറവും നമ്മുടെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ തന്നെയാണ്. മറ്റു പ്രധാനപ്പെട്ട പല കാരണങ്ങളുമുണ്ട്. മുടികൊഴിച്ചിൽ തടയാനായിട്ട് നിരവധി മാർഗങ്ങൾ ഇപ്പോഴുണ്ട്. ട്രീറ്റ്മെന്റുകളും നിരവധിയാണ്. അപ്പോൾ എന്താണ് മുടികൊഴിച്ചിലുള്ള കാരണം, എങ്ങനെ മുടികൊഴിച്ചിൽ തടയാൻ, മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ കാര്യങ്ങൾ സംസാരിക്കാനും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനും നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ കമൽ മാധവ്, ഡയറക്ടർ ആൻഡ് ചീഫ് കൺസൾട്ടന്റ് സ്കാൽപ് ഹെയർ ആൻഡ് ഹോമിയോപ്പതി ക്ലിനിക്, കോഴിക്കോട്. പ്രേക്ഷകർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുള്ളതാകാം, പാരമ്പര്യമാകാം, മറ്റു പ്രധാനപ്പെട്ട കാരണങ്ങൾ. എന്നാലും പൊതുവെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെല്ലാം കാരണങ്ങളായിരിക്കും ഈ മുടികൊഴിച്ചിലിനുള്ളത്, എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ ദിവസവും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആദ്യം പറഞ്ഞു പോകാം. അധികം ആൾക്കാർ ഈ മുടികൊഴിച്ചിൽ താരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണലി ആണ് ട്രീറ്റ് ചെയ്യുക. അത് നമ്മുടെ ഉള്ളിലുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരീരം പുറത്ത് കാണിക്കുന്ന രോഗലക്ഷണമാണ് ഈ താരനും മുടികൊഴിച്ചിലൊക്കെ. അപ്പോൾ അധികം ആൾക്കാരും എന്ത് ചെയ്യും, ഈ മുടികൊഴിച്ചിൽ വന്നു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ്റെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുക. പക്ഷേ അതിൻ്റേതായിട്ട് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുക, ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവുക, പിന്നെ മാനസിക ബുദ്ധിമുട്ടുണ്ടാവുക. ഇങ്ങനെ എന്ത് പ്രശ്നം വന്നാലും അത് ശരീരത്തിന് അത് പുറത്ത് കാണിക്കണ്ടേ. ഇപ്പം ഒരാൾ പറയാതെ, ഇപ്പം ഞാൻ പറയാതെ എൻ്റെ പ്രശ്നങ്ങൾ ശരീരം പുറത്ത് കാണിക്കുമോ? അല്ല വേറൊരാൾ അറിയോ? എക്സാക്ട്ലി അറിയില്ല. അത് എപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ശരീരം പുറത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക തന്നെ വേണം, അല്ലേ? അതിൻ്റെ ഒരു വ്യത്യസ്ത രീതി. ഇപ്പം മുടി കൊഴിച്ച് താരൻ ഉണ്ടാക്കി കാണിച്ചു തരിക. ഇപ്പോൾ കുറേ ഒരാൾ പൊതുവെ ഒരു ബുദ്ധിമുട്ട് വരുമ്പം അയാൾ എന്താ ചെയ്യുക? ആലോചിക്കും, അല്ലേ? ആലോചന കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്മൾ പ്ലാസ്റ്റിക്കിന് ചൂട് പറ്റിയാൽ എന്താ സംഭവിക്കുക? ഉരുക. അതേപോലെ സ്കിന്ന് ഇങ്ങനെ ഇളകുമ്പോൾ കുറേ ദിവസം സ്കിന്ന് ഇളകി കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ എന്ത് ചെയ്യും? മുടി കൊഴിയാൻ തുടങ്ങും. ഓക്കെ, യൂഷ്വലി ഇങ്ങനെയാണ് ഹെയർ ലോസിൻ്റെ അത്. അല്ലാതെ നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് മുടി കൊഴിച്ചിൽ വരും, അല്ലെങ്കിൽ പാരമ്പര്യം ഉണ്ടായതുകൊണ്ട് എന്തായാലും മുടി കൊഴിയണം, അല്ലെങ്കിൽ തൈറോയിഡ്, അല്ലെങ്കിൽ PCOD, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഫാക്ടേഴ്സാണ്. മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് തന്നെയാണ്. നമ്മൾ എക്സ്പെക്റ്റേഷൻ ഫെയിലിയേഴ്സ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് തിങ്കിങ്, ഇതൊക്കെ നമ്മളെ മൈൻഡിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആൾക്കാർ ഇതൊക്കെ സിംപ്ലിഫൈഡ് ആവും, അല്ലെങ്കിൽ നെഗ്ലക്റ്റഡ് ആയിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് വിശദമായിട്ട് തന്നെ എത്താം. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ബൈജു ആണ്. ബൈജു, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. ഹലോ ബൈജു, പറഞ്ഞോളൂ. നമസ്കാരം. എനിക്ക് 49 വയസ്സുണ്ട്. ഓക്കെ. പിന്നെ എന്റെ മുടി ഇങ്ങനെ ശരിക്കും എല്ലാം കൊഴിഞ്ഞു പോയി. ബൈജു ചോദിച്ചോളൂ, ഡോക്ടറിന് കേൾക്കാം. ടിവിയുടെ വോളിയം കുറച്ച് വെക്കണേ. മുടി കൊഴിച്ചിലുണ്ട്. അപ്പൊ അതിങ്ങനെ എനിക്കിങ്ങനെ മുടി ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹലോ, ഒരു 25 വയസ്സായ തൊട്ടേ ഇങ്ങനെ കൊഴിയാൻ തുടങ്ങിയതാണ്. എത്ര വർഷമായിട്ട് ബ്രോന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്? ഏകദേശം 18-20 വർഷം കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ വളരെ കുറച്ച് മുടി മാത്രമേ ഉള്ളൂ. ബാക്കി ബാക്ക് സൈഡിലെല്ലാം ചികിത്സയൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, ബാക്ക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോണർ സൈറ്റ് ആണ്. ഒരാൾക്ക് മുടി പോവുക ആദ്യം 2 സൈഡാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് വേർട്ടെക്സ് ഏരിയ, പിന്നെ അതേപോലെ തന്നെ പിന്നെയാണ് നമ്മളെ സെൻറ്ററിലേക്ക് വരിക. അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന പോലെ പെട്ടെന്നല്ല, ആദ്യം ഒരാൾക്ക് താരനാണ് വരിക. ഇപ്പം നമ്മൾ മണ്ണിളകാതെ ചെടി എടുക്കാൻ പറ്റൂലല്ലോ, അതേപോലെ തന്നെ ഫസ്റ്റ് സ്കിന്നാണ് ഇളകുക. പക്ഷെ സ്കിന്ന് ഇളകുന്ന സമയത്ത്, അല്ലെങ്കിൽ താരൻ എന്ന് പറയുന്ന, നിങ്ങളെല്ലാവരും വെള്ള കാണുമ്പോൾ ആദ്യം പറയാ ഈ വെള്ള കാണുന്നതൊക്കെ താരന്നാ. എക്സാക്ട്ലി അത് തെറ്റാണ്. നമ്മൾ അധികം ആൾക്കാരും ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ബ്രോന് ഇപ്പോൾ കുറേ ആയിട്ട് മാറാതെ നിൽക്കുന്ന ഒരു തലവേദന ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെ ബ്രോന്റെ എക്സ്പെക്റ്റേഷൻ എന്തോ ഒരു ജോലി വിചാരിച്ചോ അത് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസോ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ, അല്ലെ നമ്മൾ വിചാരിച്ച പോലെ നമ്മളെ ലൈഫ് മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അധികം ആൾക്കാർ എന്താ ചെയ്യുക? ആലോചിക്കുകയാണ് ചെയ്യുക, അല്ലേ?
ഈ ആലോചന ശരീരം പുറത്ത് കാണിക്കുക ഇങ്ങനെയാണ്, സ്കിൻ ഇളക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു 3-4 വർഷം സ്കിൻ ഇളകി കഴിഞ്ഞാലാണ് മുടി. അപ്പം അധികം ആൾക്കാർ ഇപ്പൊ ബൈജു എന്നല്ലേ പേര് പറഞ്ഞത്? അതെ അതെ അതെ. ഹലോ ഹലോ ഇപ്പൊ ബൈജു എന്ന് പറഞ്ഞ വ്യക്തി മുടീനെ കാണിക്കാൻ പല ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ടുണ്ടാവും. പക്ഷേ എന്താണ് ബൈജുവിന്റെ പ്രശ്നം എന്ന് മാറ്റാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പം നമ്മളെല്ലാവരും ആ പുറത്ത് എങ്ങനെയെങ്കിലും മുടി വന്നാൽ മതി, നമ്മൾ നോക്കിയിട്ട് വന്നതല്ലല്ലോ ഒരിക്കലും മുടി. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രാന്തന്മാരുടെ തലയിൽ നിങ്ങൾക്ക് മുടി കാണാം അല്ലേ, പിച്ചക്കാരൻ്റെ തലയിലും മുടി കാണാം. അവരൊക്കെ മുടിക്ക് വേണ്ടി എന്തോ ചികിത്സ. ഇപ്പം ചില ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, കുറേ ഞാൻ മുടിയെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഡോക്ടറെ, അതിനൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ. എക്സാക്ട്ലി മണ്ടത്തരാണ്. നിങ്ങൾ മുടീനെ ശ്രദ്ധിക്കേണ്ട, നിങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തലയിൽ മുടി ഉണ്ടാവും. അപ്പോൾ ബ്രോന് മുടി കൊഴിച്ചിലുണ്ട്, അത് മാറുന്നില്ലെങ്കിൽ അതിനൊരു പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം നമ്മൾ റൂൾ ഔട്ട് ചെയ്യും. ഇപ്പം ഞാൻ ഒരു പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഞാൻ ആ പേഷ്യൻ്റെ ഇൻറ്റേർണൽ പ്രോബ്ലംസ് അത് ഫേസിലും ഹെയറിലും കാണാൻ പറ്റും. ഇപ്പം ഞാൻ പേഷ്യൻസിനെ നോക്കുന്ന സമയത്ത് എനിക്ക് സ്കാൽപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവരെ ലെവൽ എത്ര വർഷമായിട്ട് മുടി കൊഴിയുന്നെന്നും ഫേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രമാത്രം അവരെ ലെവൽ ഓഫ് സ്ട്രെസ് ഉണ്ടെന്നും നമുക്കറിയാൻ കഴിയും. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് വെറുതെ പറയുന്നതല്ല, മുഖത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ബ്രോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അതിൻ്റെ റൂട്ട് കോസ്, അല്ലാതെ നമ്മൾ വെറുതെ മുടിക്ക് വേണ്ടി കുറേ ഡോക്ടേഴ്സിൻ്റെ അടുത്തോ ഈവൻ ബ്രോ പോയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ പോലും നമ്മൾ എക്സിസ്റ്റിംഗ് മെയിൻറ്റെയിനിങ് കോസ്റ്റ്. ഇപ്പോൾ നമ്മളൊരു ചെടി കുഴിച്ചിട്ടു, കുറേ വെള്ളം ഒഴിച്ചു, വളം ഇട്ടു, ചെടി വളരണം എന്നുണ്ടോ? ഹലോ കേൾക്കുന്നോ? ഹലോ 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 നമ്മളെ ഒരു ചെടി കുഴിച്ചിട്ടു, കുറേ വളം ഒക്കെ ഇട്ട് കൊടുത്തു. സാഹചര്യം അനുയോജ്യം അല്ലെങ്കിൽ അത് വളരുമോ? എൻ്റെ ചോദ്യം ബ്രോ കേട്ടിട്ടുണ്ടോ? ശരി, എന്തായാലും താങ്കൾ പറഞ്ഞത് അദ്ദേഹം കേട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഡോക്ടർ, മുടികൊഴിച്ചിൽ അതുമായി ബന്ധപ്പെട്ട് തുടക്കം കണ്ടുപിടിച്ചാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് അല്പസമയം മുമ്പ് പ്രേക്ഷകനോട് താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിനി ട്രീറ്റ്മെന്റുകളെ കുറിച്ച് സംസാരിക്കാമെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ട്രീറ്റ്മെന്റുകളുണ്ട്, അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ സാധിക്കുന്നതാണ്. ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എല്ലാം ഉണ്ട്, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്. ഈ മുടികൊഴിച്ചിൽ അത് രൂക്ഷമാണ് എന്നെത്തുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, അത് ഏതാണ്? നമ്മൾക്ക് അത് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഈ ട്രീറ്റ്മെന്റുകളിലേക്ക് കടക്കേണ്ട ഒരു ഘട്ടം എപ്പോഴാണ്? അധികം ആൾക്കാരും ഈ മുടികൊഴിച്ചിലിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു 80% ഓഫ് ഹെയർ ലോസും സെൽഫ് ലിമിറ്റിംഗ് ആണ്, തന്നെ മാറും. അതുകൊണ്ടാണ് നമുക്ക് ഈ ഓയിൽസ് ഒക്കെ തേക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ അവിടെ ആ എക്സിസ്റ്റിംഗ്ലി പ്രോബ്ലമും കൂടെ മാറണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് PCOD ഇഷ്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ മാത്രം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടികൊഴിച്ചിൽ മാറുമോ? ഇല്ല. ആ PCODൻ്റെ കാരണം എന്തെങ്കിലും ഹോർമോണൽ ഡിഫക്ട്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി അയാൾക്ക് ഭയങ്കര ഫിനാൻഷ്യൽ ക്രൈസിസ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അയാൾക്ക് എക്സ്പെക്ടേഷൻ ഫെയിലിയർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ അധികം ആൾക്കാർ മുടി അങ്ങോട്ട് കൊഴിയുമ്പോൾ വെറും മുടീൻ്റെ ഡോക്ടറെ അടുത്തേക്ക് അല്ലെങ്കിൽ ഹെയർ കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ കോസ്മെറ്റിക് ക്ലിനിക്കിലേക്കാണ് പോകുന്നത്. അതിന് പകരം ദേ ഹാവ് ടു റൂൾ ഔട്ട് ദ റൂട്ട് കോസ്. എന്ത് കാരണമാണ് മുടികൊഴിച്ചിൽ വരുന്നതെന്നും അതിന് ആ പ്രശ്നം ഇപ്പോൾ അവരൊരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ആ ഉള്ളിലുള്ള പ്രശ്നം കൂടെ മാറ്റാൻ ആരും ശ്രമിക്കണം. അപ്പം അധികം ആൾക്കാരും ഇപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇഷ്ടംപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓയിൽസ് കാണാം. അപ്പോൾ ദേ ബ്ലൈൻഡ്ലി ആ ഓയിലിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. നമുക്ക് മുടികൊഴിച്ചിൽ മാറണം എന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള സാഹചര്യം വേണം അല്ലേ? ആ സാഹചര്യം ഇപ്പം ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് പച്ചില വീണ് കഴിഞ്ഞാൽ അധികം ആൾക്കാരും മരത്തിന് പ്രശ്നം ഉണ്ട് എന്നാണോ അല്ലെ ഇലയ്ക്ക് പ്രശ്നം ഉണ്ട് എന്നാണോ പറയാ? മരത്തിന് ആ പ്രശ്നം എന്നാ പറയാ അല്ലേ? ഇതേപോലെ തന്നെ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള ശാരീരികവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശരീരം പുറത്ത് കാണിക്കുന്ന രോഗലക്ഷണമാണ് ഈ താരനും മുടികൊഴിച്ചിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരി ഡോക്ടർ, ഞാൻ ഇടപെടുകയാണ്. കാരണം ഒരു പ്രേക്ഷക നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തലശ്ശേരിയിൽ നിന്നും സുനൈന എന്ന പ്രേക്ഷകയാണ്. സുനൈന, ഡോക്ടറോട് ചോദിച്ചോളൂ, കേൾക്കാം അദ്ദേഹത്തിന്. ഹലോ, ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ ഡെലിവറി ആയതിനു ശേഷം എനിക്ക് ഒരുപാട് ഹെയർ ലോസ് ആണ്. അപ്പൊ എനിക്ക് സിസേറിയൻ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ പല ഓയിൽസ് ഒക്കെ ഞാനും ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഈ റോസ്മേരി വാട്ടർ എന്നൊക്കെ പറയുന്ന അതൊക്കെ ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ പറയുന്ന പോലെ ഒന്നിനെ കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല.
അപ്പം ഇതിപ്പോ ഇനി എന്തെങ്കിലും മാറ്റി, എനിക്ക് ആദ്യം നല്ല മുടി ഉണ്ടായിരുന്നു, നല്ല തടിയുള്ള ഭയങ്കര തിക്കായിട്ടുള്ള മുടിയുള്ളത്, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു നമ്മള് ആദ്യം അധികം ആൾക്കാരും എൻ്റെ അടുത്ത് വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. കാരണം എനിക്ക് പണ്ട് ഇഷ്ടം പോലെ മുടി ഉണ്ടായിരുന്നു, ഇപ്പം ഡോക്ടറെ മുടിയൊക്കെ പോയി എന്നാ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പണ്ട് ഉള്ള മാനസികാവസ്ഥയിലാണോ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്? അല്ല, എക്സാക്ട്ലി അല്ലല്ലോ. അതിന് കുറെ വ്യത്യാസം വന്നു. ഇപ്പൊ നിങ്ങൾ ഒരു അമ്മയായിട്ടുണ്ട് അല്ലേ? അവിടെ ഹോർമോണൽ ലെവൽ വേരിയേഷൻസ് വരും. ഓക്കെ, നമുക്ക് പല മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധി. അപ്പം നിങ്ങൾ ഈ പരസ്യങ്ങൾ കണ്ട് പല ഓയിൽസ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യും. എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് ആണ്. ഓക്കെ, നമ്മളെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വളർച്ചയെ സഹായിക്കുന്ന സാധനം മാത്രമാണ്. അവിടെ ഒരിക്കലും നിങ്ങളെ പ്രശ്നം മാറുന്നില്ല. ഇപ്പോൾ ഒരു ഡെലിവറിക്ക് ശേഷം മുടികൊഴിച്ചിൽ കൂടണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹോർമോണൽ ഡിഫക്റ്റ് അതിനുശേഷം വന്നിട്ടുണ്ടോ? അപ്പോൾ ആ ഹോർമോണൽ ഇംബാലൻസ് മാറ്റിയാൽ മാത്രമേ ഉള്ളൂ ആ മുടികൊഴിച്ചിൽ മാറുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എത്ര കുട്ടികളുണ്ട്? ഒരാള്. ഹലോ, ഫസ്റ്റ് ബേബി ആണോ? ഒരാൾ അല്ലേ? അപ്പൊ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീ അമ്മയാവുകയാണ്. ഓക്കെ, അവിടെ അമ്മയാവുമ്പം ആ സ്ത്രീക്ക് കുറെ മാനസിക ചേഞ്ചസ് ഉണ്ടാവും അല്ലേ? അപ്പൊ അത് ചിലവരെന്ത് ചെയ്യും? അഡാപ്റ്റ് ചെയ്യും, ചിലവരതിനെ ആക്സെപ്റ്റ് ചെയ്യും. അത് എൻ്റെ അടുത്ത് വരുന്ന എത്രയോ പേഷ്യൻസിന് ഉണ്ടാവുന്ന ഒരു മെയിൻ ഒരു കാര്യമാണ്. ഇവരെന്ത് ചെയ്യും? ഇപ്പം ഒരു കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ പിന്നെ ആ കുട്ടിക്ക് വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ടും മാറും. അവിടെ അവരെ എക്സ്പെക്റ്റേഷൻ ഒക്കെ താന്നു പോകും. ആ എക്സ്പെക്റ്റേഷൻ താന്നു പോകുന്നത് ആർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ? അത് ദേ ആർ സാക്രിഫൈസിങ് ദെയർ ലൈഫ് ടു ദെയർ ഫാമിലി. അപ്പോൾ അത് നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യാം, പക്ഷെ ശരീരത്തിന് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളുകൊണ്ട് ഹാപ്പിനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ ശരീരം അതെന്ത് കാണിച്ചു തരണോ? ശരീരം മുടി കൊഴിച്ച് ആർക്ക് കാണിച്ചു തരും? നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അതിന് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. വേണമെങ്കിൽ എൻ്റെ ഒരു കൺസൾട്ടേഷൻ എടുത്താൽ മതി. കൺസൾട്ടേഷൻ എടുക്കുമ്പം തന്നെ നിങ്ങളെ റൂട്ട് കോസ് എന്തൊക്കെയാണ് പ്രശ്നം, എന്തൊക്കെയാണ് മാറ്റം, ഒരാളെ സാഹചര്യം അനുയോജ്യം അല്ലെങ്കിൽ ശരീരം മുടി കൊഴിച്ച് കാണിച്ചു തരും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ ഹലോ ശരി, മനസ്സിലാകുന്നു എന്നാണ് പറഞ്ഞത് ഡോക്ടർ. ഇപ്പൊ നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്നും പ്രേം എന്നയാളാണ് വിളിക്കുന്നത്. പ്രേം, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. എനിക്ക് ഒരു 10-15 നമസ്കാരം. ഹലോ, നമസ്കാരം. എനിക്കൊരു 10-18 വയസ്സായ സമയം മുതൽ ഇങ്ങനെ ഈ തലയിൽ നര വന്നിട്ട് അങ്ങനെ അതിനുശേഷം മുടി ഒരുപാട് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അന്നുപോലെ മുടി നരയ്ക്കുന്നുണ്ട്. ഒരാൾക്ക് പ്രീമച്വർ ഗ്രേയിങ്, ചെറിയ കുട്ടികൾക്ക് തൊട്ടിട്ട് ഈ പ്രീമച്വർ ഗ്രേയിങ് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് പാരമ്പര്യമായിട്ട് മുടി പോക്കാൻ പറ്റിയിട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം പാരമ്പര്യമായിട്ട് മുടിയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്താവില്ല, കഷണ്ടി ആവുമൊന്നുമില്ല, അല്ലെങ്കിൽ മുടികൊഴിച്ചിൽ പെട്ടെന്ന് വരില്ല. അത് ഒരാൾക്കൊരു സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇനീഷ്യലി ഫസ്റ്റ് താരന വരിക, പിന്നെ ചെറിയ രീതി. അപ്പോൾ പാരമ്പര്യമായിട്ട് നല്ല മുടിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ആ മെലാനിൻ്റെ പിഗ്മെൻറ്റേഷൻ മീൻസ് കറുപ്പ് കളറിൽ തരുന്നതാണല്ലോ മെലാനിൻ, അത് കുറയുകയാണ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഈ പ്രീമച്വർ. അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് റീസൺ സ്ട്രെസ്സാണ്. ഇപ്പം അധികം ആൾക്കാരും പറയാം വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ആണ്, ഇന്നതാണ് എന്നാ പറയാ. ഈ ഡെഫിഷ്യൻസീസ് വരണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് നല്ലോണം പോലെ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായിട്ട് ഉള്ള സാഹചര്യം വേണം. ഇപ്പം ബ്രോന് പെട്ടെന്ന് ഒരു ഭയങ്കര ടെൻഷൻ വരിക എന്ന് വിചാരിക്കുക. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ബ്രോന് പെട്ടെന്ന് ഒരു ടെൻഷൻ വരിക എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെ മുന്നിൽ തന്നെ ഭക്ഷണം ഉണ്ട്. ഓക്കെ, നമ്മൾ നല്ല വിശന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത് വിച്ച് വാസ് എ നെഗറ്റീവ് ന്യൂസ്. ബ്രോന്റെ അപ്പറ്റൈറ്റ് പെട്ടെന്ന് പോവല്ലേ ചെയ്യാം അല്ലേ? ഇതേപോലെ. ഹലോ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമുക്ക് ആ നെഗറ്റീവ്, അപ്പം മൈൻഡ് എത്രമാത്രം ഇതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഒരു കണ്ടിന്യൂസ് സ്ട്രെസ് വരിക. ഇപ്പൊ ബ്രോന് എത്ര ഏജ്, എത്രയാ വയസ്സ്, എത്രയായി? 46.
46. ഇപ്പം ബ്രോന് ഇന്റേണലി ഇപ്പം ഒരു 40+ ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി അധികം ആൾക്കാർക്കും ചെറിയ രീതിയിലൊക്കെ എന്ത് വരും, ഈ പറഞ്ഞ മാതിരി പ്രീമച്വർ ഗ്രേ വരും. പക്ഷേ അത് നേരത്തെ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പല കാരണങ്ങൾ ഉണ്ടാവാം. ആ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് തന്നെ റൂൾ ഔട്ട് ചെയ്യണം. ആ റൂൾ ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫോൺ ത്രൂ ഉള്ളൊരു കോൺവെർസേഷനിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഈ മുടി കൊഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മുടീനെ ഒരു ഭംഗീൻ്റെ ഭാഗം മാത്രമായിട്ട് കാണരുത്. മുടി എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സാണ്. നമ്മുടെ ഉള്ളിൽ സന്തോഷം ഇല്ലെങ്കിൽ, ഇഫ് വി ആർ നോട്ട് ഹാപ്പി ഇൻസൈഡ്, ബോഡി എക്സ്പ്രസ് ഇറ്റ് ഔട്ട് അല്ലേ. ഞാൻ പുറത്ത് പറയാത്ത എൻ്റെ പ്രശ്നങ്ങൾ ശരീരം പുറത്ത് കാണിക്കുന്ന രോഗലക്ഷണമാണ് മുടികൊഴിച്ചിൽ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഒക്കെ സമയത്ത് താരനും മുടികൊഴിച്ചിലൊക്കെ കൂടും എക്സാം ഒക്കെ കഴിയുമ്പോൾ. അപ്പം അധികം ആൾക്കാരും എന്ത് ചെയ്യും, ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് എന്നെപ്പോലുള്ളൊരു കൺസൾട്ടൻ്റ് അടുത്തല്ല വരിക. അവരെന്താ, നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഓയിൽസാണ് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ സെൽഫ് ലിമിറ്റിംഗ് എന്ന് പറഞ്ഞത്. എന്താണോ ആ പ്രശ്നം തെന്നാലെ മാറുകയാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 80% മുടികൊഴിച്ചിലും സെൽഫ് ലിമിറ്റിംഗാണ്. മുടി വളരണം എന്നുണ്ടെങ്കിൽ, മുടി എന്നല്ല എന്ത് വളരുന്ന സാധനമായാലും അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യം വന്നാൽ അത് വളരും. മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കൊരു ഇടവേള എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇടവേള. മുടികൊഴിച്ചിൽ ശ്രദ്ധിക്കേണ്ടതെല്ലാം എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ഡോക്ടർ കമൽ മാധവ് തുടരുന്നുണ്ട്. ഡോക്ടർ, നമുക്ക് ട്രീറ്റ്മെന്റുകളെ കുറിച്ച് വിശദമായി സംസാരിക്കാം. ഏറ്റവും കൂടുതൽ പേര് ആശ്രയിക്കുന്ന ഒന്ന് ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ഒരുപാട് സെന്റേഴ്സും ഒക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ അതുമായിട്ട് ട്രീറ്റ്മെന്റിനായിട്ട് പോകുന്നുണ്ട്. എന്താണ് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ? അത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഭൂരിഭാഗം പേർക്കുള്ള സംശയം ഈ ട്രാൻസ്പ്ലാന്റേഷന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനുശേഷം മുടി കൊഴിയുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പറയൂ. ഓക്കെ, ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അധികം ആൾക്കാരും എണ്ണ കൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ല, അല്ലെങ്കിൽ എന്ത് തേച്ചിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അധികം ആൾക്കാരും ഒരു ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡായിട്ടുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോണർ സൈറ്റിൽ നിന്ന് നമ്മൾ ഫോളിക്കിൾസ് എടുത്തിട്ട് റെസിപ്പിയൻ സൈറ്റിൽ വെക്കുകയാണ് ചെയ്യുക. ഓക്കെ, അത് എന്നും നിലനിർക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ ഒരാൾക്ക് നല്ല മുടികൊഴിച്ചിലാണ്, നല്ല താരനാണ്, അയാൾ പോയിട്ട് അയാളുടെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് വിചാരിച്ച് ഓടിപ്പോയി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ എക്സാക്ട്ലി എന്താ നടക്കുള്ളൂ, പിന്നെയും മുടി പോവും. അവരാണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ സെൻറ്റേഴ്സിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നത്. നമുക്ക് ഭയങ്കര ഫിനാൻഷ്യൽ, അല്ലെങ്കിൽ ഒരു കല്യാണം നടക്കാൻ വേണ്ടി, എൻ്റെ അടുത്തൊക്കെ എത്രയോ പേഷ്യൻസ് വരുന്നതാണ് കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് മുടി നടുക. അവരെ കല്യാണം നടക്കുന്നില്ല എന്നങ്ങോട്ട് വിചാരിക്കും. അപ്പോൾ എന്തായി, അവരുടെ മൈൻഡ് റിവേഴ്സാണ്, നെഗറ്റീവാണ്, അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഹെയർ ലോസ് എന്നാണ്. അപ്പോൾ അയാൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ചെയ്ത മുടിക്ക് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് പിന്നെയും എന്ത് ചെയ്യാണ്, അവർ വിചാരിച്ച റിസൾട്ടിലേക്ക് എത്തൂല. അതാണ് യൂഷ്വലി അധികം കേസില്ല. അപ്പം എനിക്ക് ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നവരോട് ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തോളൂ, ഏറ്റവും ലേറ്റസ്റ്റ് മെത്തേഡാണ്. പക്ഷേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുടികൊഴിച്ചിലോ താരനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സിസ്റ്റിംഗ് പ്രശ്നം മാറുന്നില്ലെങ്കിൽ അത് മാറ്റിയതിന് ശേഷം ഒരാൾ ട്രാൻസ്പ്ലാന്റേഷൻ എപ്പോഴാണ് ചെയ്യേണ്ടത്? അയാൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടത് ഒരുവിധം മുടി പോയിട്ട്, അല്ലെങ്കിൽ അയാളെ ഫ്രണ്ടൽ ഏരിയ അല്ലെങ്കിൽ ഓക്സബ്, അപ്പോൾ എക്സിസ്റ്റിംഗ് ഹെയർ ലോസ് ഇല്ലാത്ത ഒരാൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അയാൾക്ക് അതിനനുയോജ്യമായിട്ടുള്ള സാഹചര്യം അല്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട്, തുർക്കിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലതാണ്. തുർക്കി പോകുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ദേ വോണ്ട് ലുക്ക്. ഇവിടെ നാട്ടിൽ ചെയ്യുന്നവർ ദേ ആർ ലുക്കിംഗ് ഫോർ കുറച്ചും കൂടെ പൈസ കുറഞ്ഞ് കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇന്നബിലിറ്റീനെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ മുടി എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവനെന്നും അവൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത കണ്ണാടീൻ്റെ മുന്നിലായിരിക്കും. അവിടെ അയാൾ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് എപ്പോഴും കിട്ടണം എന്നില്ല. ആ ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവരെ കോൺഫിഡൻസ്. എൻ്റെ അടുത്ത് എത്രയോ പേഷ്യൻസ് വരാറുണ്ട് ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പം ഞാനൊരു പേഷ്യൻറ്റിനെ സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷന് സജസ്റ്റ് ചെയ്യാറ് എപ്പോഴും അവരെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്യൂസ്, അത് ഏതൊരു കൺസൾട്ടൻറ്റും ആ രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻസിന് ആ ഒരു നെഗറ്റീവ് റിവ്യൂസ് എന്നുള്ളത് മാറും. പിന്നെ അതേപോലെ തന്നെ ഈ ട്രാൻസ്പ്ലാന്റേഷനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് PRP, GFC എന്നൊക്കെ. അപ്പം അധികം ആൾക്കാർ ഈ PRP, GFC ഒക്കെ മുടികൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അത്
എക്സാക്ട്ലി എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരമാണെങ്കിൽ എക്സാക്ട്ലി വലിയൊരു മണ്ടത്തരാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ തൈറോയിഡ് കാരണമാണ് മുടി കൊഴിയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5000-7000 രൂപ കൊടുത്തിട്ട് എന്നും നിങ്ങൾ സ്കാൽപ്പിൽ PRP GFC ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി എന്താ സംഭവിക്കുക? പിന്നെയും ഇത് വരും. അതുകൊണ്ടാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും ഷീലയാണ് വിളിക്കുന്നത്. ഷീല, ഡോക്ടറിന് കേൾക്കാം, ചോദിച്ചോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, എൻ്റെ മോൾക്ക് 14 വയസ്സുണ്ട്. ഇതേപോലെ തലമുടി തെറ്റിനും ഇങ്ങനെ കൊഴിഞ്ഞോണ്ടിരിക്കുക. വയസ്സ് എത്രയാ പറഞ്ഞ? 14 അതെ. ഓക്കെ. മുടികൊഴിച്ചിലുണ്ട് അല്ലേ? അധികം ഈ കുട്ടികൾക്കൊക്കെ മുടികൊഴിച്ചിൽ വരാറ് 2 കാരണം കൊണ്ടാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിച്ച പോലെ. ഇപ്പം എത്ര മക്കളാണ് നിങ്ങൾക്ക് ഉള്ളത്? ഒരാളേ ഉള്ളു. ഹലോ, ഒറ്റ കുട്ടി തന്നെയാണ് അല്ലേ? അവര് അത്യാവശ്യം എല്ലാത്തിലും എക്സലന്റ് ആവണം എന്ന് വിചാരിക്കുകയാണ്. ഇപ്പം പഠിക്കാനാണെങ്കിൽ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. ആ എഫേർട്ട് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹോർമോണൽ ഡിഫക്ട്സ് വരികയാണെങ്കിൽ, അതേപോലെ തന്നെ അവർ വിചാരിച്ച മാതിരി ഇപ്പോൾ ഒരു സ്കൂള്, അവരെ ഫ്രണ്ട്സ്, ഇതൊന്നും ആ ഒരു അറ്റ്മോസ്ഫിയർ കറക്റ്റ് അല്ല. അയാൾക്ക് ആ വീട്ടിൽ ആ സ്കൂളിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് യൂഷ്വലി ഈ കുട്ടികളുടെ ഇടയിൽ മുടികൊഴിച്ചിൽ കൂടുതലും കാണാറ്. പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, ഇപ്പോൾ മാറാതെ നിൽക്കുന്ന ചുമ, ജലദോഷം, അല്ലെങ്കിൽ എന്തെങ്കിലും പേടി വരിക, എന്തെങ്കിലും ഇതിന് മുന്നേ ഉണ്ടായ ആരെങ്കിലും വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും മരണം, ഇതൊക്കെ കുട്ടികളെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഫാദർ ഇപ്പോൾ ഗൾഫിലാവുകയാണ്, അല്ലെങ്കിൽ ദൂരത്താണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഒരു ഫീലിംഗ് ഓഫ് അലോൺ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ കുട്ടികളത് ഓവറായിട്ട് അത് പുറത്ത് കാണിക്കില്ല, പക്ഷേ അത് ശരീരം ഇങ്ങനെ പല രീതിയിൽ കാണിക്കാം. ഇന്നബിലിറ്റി ഓഫ് എ സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു കുട്ടീൻ്റെ ഇന്നബിലിറ്റിയാണ്. ആ ഇന്നബിലിറ്റി ആ കുട്ടിക്ക്, അപ്പോൾ അമ്മ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ്, പക്ഷെ ആ കുട്ടി ഇന്റേണലി എക്സ്റ്റേണലി വീക്ക് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ ദേഷ്യം ആ കുട്ടിക്ക് എന്തുണ്ടാക്കും? മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ആ കുട്ടീൻ്റെ കോൺഫിഡൻസ് കുറയുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ കുട്ടി അത് പുറത്ത് പറയണമെന്നില്ല, പക്ഷെ ശരീരത്തിന് അത് പുറത്ത് കാണിച്ചേ പറ്റൂ. മനസ്സിലായോ? ശരി ഡോക്ടർ, ഏതായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കുമുള്ള പ്രശ്നമാണ്. മുടികൊഴിച്ചിൽ ഇല്ലാത്ത ആരും ഉണ്ടാകില്ല, പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടം എത്തുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ട്രീറ്റ്മെന്റ് എന്തെല്ലാമാണ് എന്നുൾപ്പെടെ കാര്യങ്ങളാണ് വിശദമായി ഇപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞത്. ഡോക്ടർ, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു.